ലാസ്റ്റ് നമ്മൾ നോക്കിയത് ജസ്റ്റ് ഒരു സ്ട്രിങ് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നതായിരുന്നു. നമുക്ക് രണ്ട് സ്ട്രിങ് എങ്ങനെ കമ്പൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ രണ്ട് സ്ട്രിങ് എഴുതിയിട്ടുണ്ട്. ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, മൈ നെയിം ഈസ് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ വേറെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, ഹലോ ഡോട്ട്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ചേഞ്ച് ദിസ് ടു മൈ നെയിം ഈസ് ജോൺ ഡോ. ഓക്കെ, ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാൻ വേണ്ടി ഡാർട്ട് ഫയൽ നെയിം main.dart. Okay, now you got my name is John Doe. See, actually I need to combine these two things. എനിക്ക് വേണ്ടത് my name is John Doe എന്നൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് ഇവിടെ വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് കമ്പൈൻ ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ഡിലീറ്റ് ദിസ് തിങ്. യു ക്യാൻ ഡു ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് മൈ നെയിം ഈസ് ജോബിൻ. Okay, and I'm going to run this, and now you got my name is Jobin, and you don't have space here. Either you can put a space here. Okay, ഞാൻ എവിടെ space ഇട്ടു. Okay, then you can run this. Now you got this thing, and this operator is called string concatenation because നമ്മൾ ഇതൊരു string ആണ്, ഇത് വേറൊരു string ആണ്. ഈ രണ്ട് stringനെ കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകാറ്റനേഷൻ. സ്ട്രിങ് കോൺകാറ്റനേഷൻ നമ്മൾ ഉപയോഗിച്ച ഓപ്പറേറ്റർ പ്ലസ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത്, സി സപ്പോസ് ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഞാൻ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഐ ടെൽ യു വാട്ട് ഇസ് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ്, ബട്ട് ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ സ്ട്രിങ് നെയിം ഈക്വൽ ടു സം നെയിം. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് ജോൺ ഡോ. ഓക്കെ, ആൻഡ് ഐ ക്യാൻ ഹാവ് എ വേരിയബിൾ int age equal to 35. Okay, now I want to get my name is John Doe and my age is 35 എന്ന് കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, my name is എന്ന് കഴിഞ്ഞിട്ട് I can combine this with that name variable. Okay, then I'm going to plus this and വേറെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്തു, my age is. Okay, and I'm going to plus this with the age. Okay, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സ്ട്രിങ് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്ത് പോകുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് സ്ട്രിങ് ആണ്, ഇത് സ്ട്രിങ് ആണ്, ഇതും സ്ട്രിങ് ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സ്ട്രിങ്, ദിസ് ഇസ് ആക്ച്വലി ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സ്ട്രിങ്ങുകൾ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ടൈപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സി ലൈക്ക് യു ഹാവ് 2 apples, then you can make an apple juice. And what if you have an apple and orange? യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയാൻ കഴിയില്ല, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോക്ടെയിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൻ ഡു ദിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെല്ലാം സ്ട്രിങ് ആക്കി മാറ്റാം. ഒരു ഓപ്ഷൻ എല്ലാം ഈവൻ ദ ഏജ് അടക്കം നിങ്ങൾക്ക് സ്ട്രിങ് ആക്കി മാറ്റാം. അതല്ലെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇൻറ്റീജർ ആക്കി മാറ്റാം. ബട്ട് ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ബിക്കോസ് യു കാൺ ഫൈൻഡ് ആൻ ഇക്വലന്റ് ഇൻറ്റീജർ ഫോർ ദിസ് തിങ്. മൈ നെയിം ഈസ് എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻറ്റീജർ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല, അതിന് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. നെയിം ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രിങ്, അതിനെ നിങ്ങൾക്ക് ഇൻറ്റീജർ ആക്കാൻ പറ്റില്ല. പക്ഷേ ദ പോസിബിലിറ്റി ഈസ് യു ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു ഏജ്. വാട്ട് ഈസ് ദ സ്ട്രിങ് ഇക്വലന്റ് ഓഫ് ദിസ് ഇൻറ്റീജർ 35? അതിൻ്റെ സ്ട്രിങ് ഇക്വലന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും 35 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 35. നിങ്ങൾ ഇങ്ങനെയാണോ ആക്കിയതെങ്കിൽ എന്തായിരിക്കും, ഇതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ടു സ്ട്രിങ് മെത്തേഡ് ഉണ്ട്. യു ക്യാൻ കൺവേർട്ട് എനി ടൈപ്പ് ഇൻ ടു എ സ്ട്രിങ് ബൈ യൂസിങ് ദ ടു സ്ട്രിങ് മെത്തേഡ്. ഞാൻ ഏജ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഏജിനെ എന്താക്കി മാറ്റും, സ്ട്രിങ് ആക്കി മാറ്റും. ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മൈ നെയിം ഈസ് ജോൺ ആൻഡ് ഡോ മൈ ഏജ് ഈസ് 35 എന്ന് കിട്ടും. ആൻഡ് യു ഹാവ് ടു പുട്ട് പ്രോപ്പർ ഫോർമാറ്റിംഗ് ലൈക്ക് മൈ നെയിം ഈസ് ആൻഡ് മൈ ഏജ് ഈസ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റൺ ഇറ്റ് അഗെയിൻ. Now you got my name is John Doe, my age is 35 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. നൗ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്തു, അതായത് ഇൻറ്റീജർ ഉണ്ടായിരുന്നതിനെ കൺവേർട്ട് ചെയ്ത് സ്ട്രിങ് ആക്കി മാറ്റി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്ട്രിങ് കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യേണ്ട സ്ട്രിങ് ലിറ്ററലി നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചെയ്യേണ്ട സ്ട്രിങ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് നിങ്ങൾക്ക് സ്ട്രിങ് ഇൻ്റർപൊളേഷൻ ഉപയോഗിക്കാം. സ്ട്രിങ് ഇൻ്റർപൊളേഷൻ. ഓക്കെ, അതിന് ചെയ്യേണ്ടത് ഇതേ കാര്യം ഞാൻ എഴുതുകയാണ്, പ്രിന്റ് മൈ ആൻഡ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഡബിൾ കോട്ട്സ് ഓർ സിംഗിൾ കോട്ട്സ്, മൈ നെയിം ഈസ്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിളിനെ കോൾ ചെയ്യാം. ആൻഡ് ലൈക്ക് ദിസ് ഡോളർ നെയിം ഒന്ന് കോൾ ചെയ്തു. ഓക്കെ, ആൻഡ് മൈ ഏജ് ഈസ് ഡോളർ ഏജ് എന്ന് കോൾ ചെയ്തു.
Okay, and you can compare these two things. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ. ഇവിടെ ഹാപ്പൻ ചെയ്തതാണ്, ഇവിടെ ദിസ് ആക്ട് ആസ് എ പ്ലേസ് ഹോൾഡർ. ഇവിടെ എന്താണോ ഇതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ, ആ വാല്യൂ വെച്ചത് റീപ്ലേസ് ചെയ്യും. ഇവിടെ ഏജിൽ എന്താണോ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ, ആ വാല്യൂ വെച്ചത് റീപ്ലേസ് ആവും. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ കൺവേർഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി അത് എഴുതി കൊടുത്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഡാറ്റ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ദ ഈസിയസ്റ്റ് വേ. അപ്പോൾ നമ്മൾ ഇത് ഓർത്തിരിക്കുക. നമുക്ക് ഫ്ലട്ടർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് വിഡ്ജറ്റിലേക്ക് ടെക്സ്റ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ വാല്യൂസ് ഒക്കെ ചിലപ്പോൾ കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ സിംപ്ലി ഒരു പ്ലേസ് ഹോൾഡർ, ഒരു വാല്യൂ മാത്രമാണ് ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡോളർ നെയിം ഒന്ന് കോൾ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ആണ്, എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് എൻ്റെ ഹൈറ്റ്, ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ വേരിയബിൾ ആണ്. ഡബിൾ ഹൈറ്റ് ഈക്വൽ ടു 172.5 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ സെൻറ്റിമീറ്റർ ആൻഡ് ഐ നീഡ് ടു ഹാവ് ദാറ്റ് ഹൈറ്റ് ഹിയർ ടു ഐ നീഡ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു മീറ്ററിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എഴുതുമ്പോൾ മൈ ഹൈറ്റ് ഈസ് എന്നെഴുതി മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഡോളർ കോൾ ചെയ്തു, ആ പ്ലേസ് ഹോൾഡർ വാല്യൂ ആണ് വരേണ്ടത് 172. ഓക്കെ, ആൻഡ് 0.5 എന്ന് എഴുതി. And I need to convert this into meters. So I'm going to divide this with 100. Okay, and I'm going to output this thing. ഇതിനെ ഞാൻ ഔട്ട്പുട്ട് ചെയ്ത് ഓൾറെഡി ഇവിടെ ഒരു എറർ ഉണ്ട്. എക്സ്പെക്റ്റഡ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ആൻഡ് ദിസ് ഷുഡ് ബി ലൈക്ക് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. ഓക്കെ, നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് ഹാപ്പൻ ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഹാപ്പൻ ചെയ്യുന്നത് മൈ നെയിം ഈസ് ഓക്കെ ജോണ്ടോ ആൻഡ് മൈ ഏജ് ഈസ് ഓക്കെ, മൈ ഹൈറ്റ് ഈസ് എന്ന് വേണ്ടി 172 എന്ന് ഔട്ട്പുട്ട് ചെയ്തു. ആൻഡ് ഇതിനെ എന്തൊക്കെയാണ് ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ചെയ്തത്, സ്ട്രിങ് ആസ് ഇറ്റ് ഈസ് അതേപോലെ സ്ട്രിങ് ആയിട്ട് തന്നെ ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ദിസ് എൻ എക്സ്പ്രഷൻ. യു നീഡ് ടു റീപ്ലേസ് ദിസ് ലൊക്കേഷൻ വിത്ത് ദിസ് വാല്യൂ. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട്, എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത്. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേസിൽ എന്ത് ചെയ്യണം, ഇതിനെ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈറ്റിലെ വാല്യൂ ഇവിടെ വരും, അതിനെ ഈ ഒരു കാൽക്കുലേഷൻ ഇവിടെ ഹാപ്പൻ ചെയ്യും, എന്നിട്ട് ആ വാല്യൂ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് റീപ്ലേസ് ചെയ്യുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് തിങ്. ഓക്കെ, നൗ മൈ നെയിം ഈസ് ജോൺ ഡോ ആൻഡ് മൈ ഏജ് ഈസ് 35 ആൻഡ് മൈ ഹൈറ്റ് ഈസ് 1.725 മീറ്റേഴ്സ് എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രഷൻ. ഇത് ഓർത്തിരിക്കുക, സിമ്പിൾ ഒരു വാല്യൂ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡയറക്ട്ലി കോൾ ഇറ്റ് ആസ് വിത്ത് ദ ഡോളർ നെയിം. അതർവൈസ് യു ഹാവ് ടു enclose that in a curly brace. Okay, I think this is clear, and this is how you add two strings in different way, and this is how you add, convert any type into a string, and this is how you add string using string interpolation. Okay, I think it is clear. Now നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് വേരിയബിൾസ് എന്നാണ് നോക്കാൻ പോകുന്നത്, ആൻഡ് ഹൗ യു ഡിക്ലെയർ എ വേരിയബിൾ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, സോ സീ യു സൂൺ.